ഒരു രാജ്യത്തിൻ്റെ നേതാവ് KSUവിൻ്റെ പതാകയും പിടിച്ച് ഒരു ഗ്രാമത്തിൽ നിന്നും രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക് ഉയർന്നു കയറിയ ഒരു വലിയ നേതാവ്. അത്രത്തോളം ഉയരത്തിലെത്തുമ്പോഴും ഏറ്റവും താഴെത്തട്ടിലെ കോൺഗ്രസ് പ്രവർത്തകൻ്റെ വികാരത്തെ അണുമണി തൂക്കം പോലും കുറവ് വരുത്താതെ സ്വന്തം ഹൃദയത്തിൽ നിറച്ചു വച്ചിരിക്കുന്നൊരു നേതാവ്. താൻ പ്രതിനിധീകരിക്കുന്ന നാടിനോടും ജനത്തോടും കാപട്യമില്ലാത്ത, അഭിനയമില്ലാത്ത, PR അകമ്പടിയില്ലാത്ത, നേർക്കുനേരെ ചേർത്ത് വെച്ച വികാരത്തോടെ ഒപ്പം നിൽക്കുന്ന ഒരു പേരിൻ്റെ രണ്ടക്ഷരമാണ് KC വേണുഗോപാൽ എന്ന് പറയുന്ന സംഘടനാ ചുമതലയുള്ള പാർട്ടിയുടെ സെക്രട്ടറി. ഒരു യൂത്ത് കോൺഗ്രസ്സിലൂടെ KSUവിലൂടെ വളർന്നു വന്ന ഒരു അനുജനെ ചേർത്ത് പിടിച്ചു നിർത്തിക്കൊണ്ട് നേർക്ക് നേരെ ചോദിക്കുകയാണ്, നിൻ്റെ നെഞ്ചിലുണ്ടോ ഈ പാർട്ടി? നിൻ്റെ നെഞ്ചിലുണ്ടോ ഈ പാർട്ടി? നീ ഉള്ളിൽ കരുതുന്നുണ്ടോ ഈ പാർട്ടിയെ? നീ സംരക്ഷിക്കപ്പെടും. നിൻ്റെ വികാരങ്ങളെ, നിൻ്റെ വേദനയെ ഞാൻ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുന്നു. ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ്റെ വികാരത്തെയാണ് ഒരു സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി MLA ആയും മന്ത്രിയായും MP ആയും കേന്ദ്രമന്ത്രിയായും ഒക്കെ നിറഞ്ഞു കടന്നുപോയ അനുഭവങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ച ഒരു വലിയ നേതാവിൻ്റെ ചോദ്യം. ആ ചോദ്യത്തിൽ ഒരു അധികാരത്തിൻ്റെയും ഗർവില്ലായിരുന്നു, ഒരവകാശത്തിൻ്റെയും ഘോരമായ ശബ്ദമില്ലായിരുന്നു, ഒരു കരുത്തിൻ്റെയും വന്യമായ ഭാവമില്ലായിരുന്നു. പക്ഷേ ഏറ്റവും സ്നേഹമസൃണമായ വികാരം ചേർത്ത് വെച്ച, അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാർട്ടി എന്ന, കോൺഗ്രസ് എന്ന ആ വികാരത്തെ സ്പർശിച്ചാണ് KCയുടെ ആ ചോദ്യം. സഞ്ജയ് ഖാൻ്റെ മറുപടി എൻ്റെ വാട്സപ്പിലേക്ക് വന്നപ്പോൾ ആ ചോദ്യത്തിൻ്റെ വികാരത്തോട് തന്നെ അവിടെ മത്സരിക്കാൻ മോഹിച്ച, ഒരുപക്ഷെ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ആ പദവിയേക്കാളൊക്കെ എത്രയോ വലുതാണ് തൻ്റെ പാർട്ടി എന്ന് പ്രഖ്യാപിക്കുന്ന ഏറ്റവും മനോഹരമായ അപൂർവ നിമിഷങ്ങളിലൊന്ന്. കേൾക്കാം KCയുടെ വാക്കുകൾ. വിജയം നിർത്തിയിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ജയിക്കുമായിരുന്നു. ഞാൻ അതിനോട് ശ്രമിച്ചതാണ്, ഞങ്ങളെല്ലാം ശ്രമിച്ചതാണ്. ഇനിയൊരു ഇവിടെ പാർട്ടിയില്ലേ നമ്മുടെ നിർണായക ലക്ഷ്യമാണ്. നമ്മുടെ എല്ലാ ലക്ഷ്യം കേരളത്തിലെ UDF സർക്കാരാണ്. നമ്മളായിട്ട് മനസ്സുകൊണ്ട് മുന്നോട്ട് നീ ചെയ്യുന്ന ത്യാഗത്തിന് എനിക്ക് കൂലി കിട്ടും എന്നാണ് പറയുന്നത്. ഇത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. നീ ചെയ്യുന്ന ത്യാഗത്തിന് കൂലി കിട്ടും. അന്തസ്സായിട്ട് സ്ഥാനാർത്ഥിത്വം കൊടുക്കാതിരിക്കുക, UDF വർക്ക് ചെയ്യുക. നിന്റെ പാർട്ടി നോക്കും. വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എനിക്കിതിനോട് ആർഗ്യൂ ചെയ്ത് ജയിക്കാനൊന്നും പറ്റില്ല, വാദിച്ച് ജയിക്കാനും പറ്റില്ല. എന്റെ ഭാഗത്താണ് ന്യായമുള്ളത്. അതുകൊണ്ട് വാദിച്ച് ജയിക്കാൻ പറ്റില്ല. ഈ പ്രാവശ്യം ഈ പാർട്ടിക്ക് വേണ്ടി ശ്രമിക്കണം. കേട്ടല്ലോ ആ വാക്കുകൾ. സാധാരണ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നത് എവിടെയെങ്കിലും അടച്ച മുറികളിലിരുന്ന് ഞാൻ വരട്ടി പിൻവലിപ്പിച്ചുവെന്നും അതിൻ്റെ പേര് എനിക്കാണെന്നും പിൻവലിച്ചത് KC ആണെന്നുമൊക്കെയാണ് ബ്രേക്കിംഗ് ന്യൂസ് വരേണ്ടത്. ഇത് ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ചേർത്ത് പിടിച്ചൊരനുജനോടെന്ന പോലെ പറയുകയായിരുന്നു KC വേണുഗോപാൽ. അതിന് സഞ്ജയ് ഖാൻ പറഞ്ഞ മറുപടിയേക്കാൾ മനോഹരമായ ഒരു മറുപടി ഇല്ലെന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതേ കേൾക്കാം. അത് സാറേ, ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുനലൂരിൽ സ്വതന്ത്ര ജനകീയ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ എൻ്റെ രക്തം കോൺഗ്രസ് ആണ്, എൻ്റെ കുടുംബം കോൺഗ്രസ് ആണ്. ഈ അതിനിർണായക തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ സർക്കാരിനെ താഴെയിറക്കാൻ കോൺഗ്രസും UDFും കഠിനമായ പരിശ്രമം നടത്തുമ്പോൾ എനിക്കൊരു സീറ്റ് കിട്ടുന്നതിനേക്കാൾ വലിയ കാര്യമായി ഞാൻ കാണുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു അപജയവും സംഭവിക്കാൻ പാടില്ല. എൻ്റെ കുടുംബത്തെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നോ അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ പാർട്ടിയെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പാർട്ടിക്ക് ഒരു പോറലേൽക്കുന്നത് എൻ്റെ കുടുംബത്തിനെ പോറലേൽക്കുന്നതിന് തുല്യമാണ്. എൻ്റെ വാപ്പായാണെങ്കിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റും KPCC മെമ്പറുമൊക്കെ ആയിരുന്ന ഇടമൺ ഇസ്മായിൽ എന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ്. അദ്ദേഹം എനിക്ക് പേരിട്ടത് സഞ്ജയ് ഖാൻ എന്നും എൻ്റെ സഹോദരിക്ക് പേരിട്ടത് സോണിയ ബീഗോ എന്നാണ്. അത് തന്നെ എൻ്റെ പാർട്ടിയോട്, എൻ്റെ കുടുംബത്തിനുള്ള കമ്മിറ്റ്മെന്റിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എൻ്റെ പാർട്ടിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമനായി രാജ്യം അഭിമാനത്തോടെ കാണുന്ന, കേരളം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത പ്രിയപ്പെട്ട KC വേണുഗോപാൽ അവർ ഈ സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായ എന്നെ വിളിച്ച് ഈ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്യണം, ഈ പാർട്ടി
നിന്നെ സഹായിക്കും, പ്രൊട്ടക്റ്റ് ചെയ്യും. വരും നാളുകളിൽ ഒരാൾക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തോടെയുള്ള പിടുത്തവും കരുതലോടുകൂടിയുള്ള വർത്തമാനവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള അഭിപ്രായ പ്രകടനവും എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണുള്ളത്. എൻ്റെ ചങ്കിലെ ചോരയാണ്. ഈ പാർട്ടിക്ക് ഒരു പോറൽ കേൾക്കാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പാർട്ടിയെ സംരക്ഷിക്കുവാൻ, എൻ്റെ പാർട്ടിക്ക് ഒരു പോറൽ ഏൽക്കാതിരിക്കാൻ ഞാൻ ഈ മത്സരം രംഗത്ത് നിന്ന് പിന്മാറുകയാണ്. തീവ്രമായ നേതാക്കന്മാരുടെ പരിശ്രമത്തെ ഞാനും ഒപ്പമുണ്ടാകും. ഒരു എളിയ കോൺഗ്രസ് പ്രവർത്തകനായി, കോൺഗ്രസിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനായി എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ തിരഞ്ഞെടുപ്പിൽ ഞാനുണ്ടാകും എന്ന്. അതായിരുന്നു സഞ്ജയ് ഖാൻ്റെ മറുപടി. ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ, ഹൃദയസ്പർശിയായ, ഹൃദയത്തോട് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വലിയ നേതാവിൻ്റെ ആ ഹൃദ്യമായ വർത്തമാനവും അതിനതേ ഭാഷ്യത്തിൽ മറുപടി പറഞ്ഞ സഞ്ജയ് ഖാനും. KCയുടെ വാക്കുകൾ പാഴാവില്ല. സഞ്ജയ് ഖാൻ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അത് ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് KC വേണുഗോപാൽ എന്ന നേതാവ് നൽകിയ ഉറപ്പാണ്. അതങ്ങനെ പറയാൻ, അങ്ങനെ ചെയ്യാൻ KCക്ക് മാത്രമേ കഴിയുകയുള്ളൂ.